ഹലോ ഓൾ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാനൊരു പ്ലം കേക്ക് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. യൂട്യൂബിൽ ധാരാളം റെസിപ്പീസ് ഉണ്ട്. ഞാൻ ഒരെണ്ണം പിക്ക് ചെയ്ത് എനിക്ക് ഏറ്റവും എളുപ്പമെന്ന് തോന്നിയ ഒരെണ്ണം സെലക്ട് ചെയ്ത് അത് ചെയ്യാൻ നോക്കുകയാണ്. അപ്പം കാണാം. അമേരിക്കയിലെ നാട്ടിൽ കിട്ടുന്ന പോലെ പ്ലം കേക്ക് വാങ്ങിക്കാൻ കിട്ടത്തില്ല, നമ്മൾ തന്നെ ഉണ്ടാക്കണം. അതാണ് ഇവിടുത്തെ അവസ്ഥ. കിട്ടാത്ത സാധനത്തിന് എപ്പോഴും ഡിമാൻഡ് കൂടുതലാണ്. ഇപ്പൊ കേക്ക് ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ്. ഇത് ശരിയാവുമോ എന്ന് നോക്കാം. അപ്പൊ ആദ്യം നമുക്ക് ഷുഗർ സിറപ്പ് ഒക്കെ വെച്ചുള്ള ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ഇട്ടുള്ള മിക്സ് തയ്യാറാക്കാം. അപ്പം ഞാൻ ഏറ്റവും സിംപ്ലസ്റ്റ് റെസിപ്പിയാണ് നോക്കിയേക്കുന്നത്. അപ്പം അതിൽ പറഞ്ഞേക്കുന്നത് 1 കപ്പ് ഷുഗർ, 1/4 കപ്പ് ഓയിൽ, 1 കപ്പ് വാട്ടർ, പിന്നെ കിസ്മിസ്, നട്ട്സ്, ടൂട്ടി ഫ്രൂട്ടി. ഡ്രൈ ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ ടൂട്ടി ഫ്രൂട്ടി കിസ്മിസും ആണ്. അത് ഏകദേശം 1.5 കപ്പ് ഉണ്ടാവും. പിന്നെ നട്ട്സ് ഏതാണ്ട് 1 കപ്പ്, 1/2 കപ്പ് നമ്മുടെ ആവശ്യാനുസരണം ചേർക്കുക. 1 കപ്പ് ഷുഗർ, പിന്നെ 1/4 കപ്പ് ഓയിൽ, പിന്നെ 1 കപ്പ് ചൂടുവെള്ളം. ഞാൻ യൂസ് ചെയ്യുന്ന ഡ്രൈ ഫ്രൂട്ട്സിൽ ടൂട്ടി ഫ്രൂട്ടിയും കിസ്മിസ് എന്ന് പറയുന്ന റേസിൻസ്, ഉണക്കമുന്തിരി. നട്ട്സ് ആയിട്ട് ഞാൻ കാഷ്യൂ നട്ട്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇത്രയും സിംപ്ലസ്റ്റ് ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കാൻ വിചാരിക്കുന്നത്. എന്ത് ആൽമണ്ട്സ് എന്ത് വേണേലും എടുക്കാം, എന്ത് നട്ട്സും. ഇനി ഇതെന്ന് പറയുന്നത് നമ്മൾ ഷുഗർ സിറപ്പ് തയ്യാറാക്കി ഈ ടൂട്ടി ഫ്രൂട്ടിയും ഈ ഡ്രൈഡ് ഫ്രൂട്ട്സ് അതുപോലെ തന്നെ നട്ട്സ് ഒക്കെ ഇട്ട് ആ ഒരു ഷുഗർ സിറപ്പ് തയ്യാറാക്കണം, ആ ഒരു മിശ്രിതം തയ്യാറാക്കണം. ഇതിലേക്കാണ് പിന്നെ അത് തണുത്ത് കഴിഞ്ഞിട്ടാണ് മുട്ട ആഡ് ചെയ്യുകയും പിന്നെ നമ്മുടെ മൈദ ആഡ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അപ്പം അതിലേക്ക് ആ ഒരു പ്രോസസ്സിലൊക്കെ പിന്നെ പോകാം. ആദ്യം ഷുഗർ സിറപ്പ് തയ്യാറാക്കണം. നമ്മുടെ ഷുഗർ സിറപ്പ് അല്ല, കാരമലൈസ് ചെയ്യുക, അതാണ് ചെയ്യുന്നത്. കാരമലൈസ് ചെയ്യുമ്പോഴാണ് ആ ഒരു പ്ലം കേക്കിന്റെ ഒരു കളർ കിട്ടുന്നത്. അതായത് ഷുഗർ ഒന്ന് ഉരുകിയൊക്കെ വരുമ്പോഴാണ് ആ ഒരു കളർ, ബ്രൗൺ കളർ കിട്ടുന്നത്. ഞാൻ ഷുഗർ കാരമലൈസ് ചെയ്യാൻ പോവാണ്. അപ്പം ഈ എന്റെ ചട്ടി ചൂടായി. നോക്കാം. ആദ്യം ഈ 1 കപ്പ് ഷുഗർ ഇതിലേക്ക് ഇടുക. അപ്പം ഷുഗർ കാരമലൈസ് ചെയ്യുന്നു, അതിലേക്ക് ചൂട് വെള്ളം ഒഴിക്കുന്നു. അപ്പൊ സൂക്ഷിക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആഡ് ചെയ്യാനുള്ള ഡ്രൈ ഫ്രൂട്ട്സ് പിന്നെ ഉള്ളത് നട്ട്സും ആണുള്ളത്. പക്ഷെ ആദ്യം നമ്മൾ ചെയ്യുന്നത് ഈ കിസ്മിസ് ആണ് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യുന്നത്. കാരണം അതൊന്ന് വേഗണം. ഒന്ന് വേകാൻ വേണ്ടി കുറച്ച് ടൈം എടുക്കും. അപ്പൊ ഒരു 5 മിനിറ്റ് അതിനകത്ത് ഇരുന്ന് കഴിഞ്ഞിട്ട് മതി ടൂട്ടി ഫ്രൂട്ടി നട്ട്സും ആഡ് ചെയ്യേണ്ടത്. ഷുഗറൊക്കെ ഏതാണ്ട് കാരമലൈസ് ആയി വന്നിട്ടുണ്ട്. അതിൻ്റെ കളറൊക്കെ മാറി. ഇതിൽ സൂക്ഷിച്ച് ആ ചൂടുവെള്ളം ഒഴിക്കണം. അത് തെറിക്കാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് ഒഴിക്കണം. ഇതിലേക്ക് ആദ്യം കിസ്മിസ് വേവിക്കാൻ വേണ്ടി ചേർക്കുക. അതിനുശേഷം എണ്ണ ഒഴിക്കുക. പിന്നെ ഓറഞ്ചിൻ്റെ തൊലി അതിൽ ആഡ് ചെയ്യുക ഫ്ലേവറിന് വേണ്ടി. അതുപോലെ നാരങ്ങയുടെ തൊലിയും ആഡ് ചെയ്യുക. പക്ഷെ അത് ഗ്രേറ്റ് ചെയ്യുമ്പോൾ സൂക്ഷിക്കേണ്ട കാര്യം, അതിനകത്തെ വൈറ്റ് വീഴാൻ പാടില്ല, അത് കഴിക്കും. 1 ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ടൂട്ടി ഫ്രൂട്ടിയും ആഡ് ചെയ്യുക. ഏകദേശം ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേന് കാഷ്യൂ നട്ട് ക്രഷ് ചെയ്ത് ചേർക്കുക.
ആദ്യം ഇത് നല്ലപോലെ തണുത്തിട്ട് മുട്ട ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ മറ്റേ ഓംലെറ്റ് ഒക്കെ ഉണ്ടായി വരും. അപ്പൊ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നല്ലപോലെ തണുക്കണം. അപ്പൊ അതുകൊണ്ട് ആദ്യം ഈ മിശ്രിതം തയ്യാറാക്കി മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മറ്റേ മൈദയും അതിൻ്റെ കൂടെ വേണ്ട കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് നമുക്ക് ആ ഫുൾ മിക്സ് തയ്യാറാക്കാം. ഇവിടെ ഞാൻ 1.5 കപ്പ് മൈദയും 2 മുട്ടയുമാണ് യൂസ് ചെയ്യുന്നത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗ്രാമ്പു പൊടിച്ചത്, 1 ടീസ്പൂൺ കറുവാപ്പട്ട പൊടിച്ചത്, 1.5 ടീസ്പൂൺ ജാതിക്കുരു പൊടിച്ചത്, 1.25 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ എന്നിവ ചേർക്കുക. അര ടീസ്പൂൺ ഗ്രാമ്പു ക്ലോവ്സ് പൗഡർ ഗ്രാമ്പു പൊടിച്ചത്, 1 ടീസ്പൂൺ സിനമൺ പൗഡർ കറുവാപ്പട്ട പൊടിച്ചത്, 1.5 ടീസ്പൂൺ നട്ട്മെഗ് പൗഡർ അതായത് ജാതിക്കുരു പൊടിച്ചത്, 1.25 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ എന്നിവ ചേർക്കുക. ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കുക. ഈ പൊടികളെല്ലാം മൈദയിൽ ചേർത്തിട്ട് അരിപ്പയിൽ നന്നായിട്ട് അരിച്ചെടുക്കുമ്പോൾ അത് ഈവൻലി എല്ലാ സ്ഥലത്തേക്ക് സ്പ്രെഡ് ആവും. നന്നായിട്ട് അത് മിക്സ് ആയി കിട്ടും. ഇനിയും 2 മുട്ട പൊട്ടിച്ച് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. ബീറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല, നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. 1-2 മണിക്കൂർ മാറ്റി വെച്ച് നല്ലപോലെ തണുത്ത ഷുഗർ സിറപ്പ് മിശ്രിതത്തിലേക്ക് നമ്മൾ ഈ മുട്ട ആഡ് ചെയ്യുന്നു. കുറേശ്ശെയായിട്ട് മൈദമാവും ആഡ് ചെയ്യുന്നു. മൈദമാവ് പല തവണയായിട്ട് ആഡ് ചെയ്യുന്നതാണ് ഉത്തമം. കുറച്ച് ആഡ് ചെയ്തിട്ട് അത് മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സായിട്ട് വീണ്ടും ബാക്കി ആഡ് ചെയ്യുക. അങ്ങനെ പല തവണയായിട്ട് ആഡ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഭയങ്കരമായിട്ട് കുറുകുവാണെങ്കിൽ അല്പം ചൂടുവെള്ളം ചേർത്ത് അതിൻ്റെ കൺസിസ്റ്റൻസി അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനിയും പാനിൽ ബട്ടർ പേപ്പർ വെച്ചിട്ട് അല്ലെങ്കിൽ പേപ്പറിൽ അല്പം എണ്ണ തടവി നമുക്ക് ഈ മിശ്രിതം അതിലേക്ക് ഒഴിക്കാം. എന്നിട്ട് ഓവനിൽ ബേക്ക് ചെയ്യാൻ വെക്കാം. 325 ഫാരൻഹീറ്റിൽ പ്രീഹീറ്റ് ചെയ്തതിന് ശേഷം ഏകദേശം 40-45 മിനിറ്റോളം ബേക്ക് ചെയ്യാൻ വെക്കാം. അങ്ങനെ കേക്ക് റെഡി. ഇത് 2 ദിവസം കഴിഞ്ഞ് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ആ സിന്നമണിൻ്റെയും ഗ്രാമ്പൂവിൻ്റെയും ഒക്കെ ടേസ്റ്റ് ഒന്ന് സെറ്റായി വരുന്നത് അന്നേരമാണ്. ഉണ്ടാക്കി ഉടനെ കഴിക്കുമ്പോഴത്തേന് അതിന് ഭയങ്കര ഇതിൻ്റെ ഒരു ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവും. സോ ആ സ്മെല്ലൊക്കെ ഒന്ന് കറക്റ്റായിട്ട് സെറ്റായി വരണമെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് കഴിക്കുന്നതാണ് ഉത്തമം. 2 ദിവസം കഴിഞ്ഞിട്ടുള്ള എൻ്റെ കേക്കിൻ്റെ അവസ്ഥ ഇതാണ്. ഇത്രയേ ഉള്ളൂ ബാക്കി. സോ എല്ലാവരും ട്രൈ ചെയ്യണം.